interrogative sentences എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ആസ്ക്സ് ക്വസ്റ്റ്യൻ. അതറിയാലോ, നിങ്ങൾക്ക് അറിയും. അപ്പൊ ഇവിടെ ഇനി അനദർ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ ടാഗ് ക്വസ്റ്റ്യൻസ്. അതൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, പറഞ്ഞിട്ട് നമ്മുടെ കൂടെയുള്ളവർ അതുമായിട്ട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനി ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ ടാഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്, പവർ പോയിന്റിൽ ചെയ്തത് ടാഗ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതില് ഒരു സ്റ്റേറ്റ്മെന്റ് തുടർന്ന് വരുന്ന ഒരു മിനി ഷോർട്ട് ക്വസ്റ്റ്യനും അത്രയുള്ളൂ. ഉറപ്പ് വരുത്താൻ നമ്മൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്നുള്ളത്. അതിന് കുറച്ച് റൂൾസ് ഉണ്ടാവുന്ന ശ്രദ്ധിക്കുക. യു ലൈക്ക് ക്രിക്കറ്റ്. അപ്പൊ ഞാൻ പറയാണ് യു ലൈക്ക് ക്രിക്കറ്റ്. അപ്പൊ നമുക്ക് ചോദിക്കണം നിനക്ക് ഇഷ്ടമല്ലേ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കാണ്ട്, അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ട് അത്. യു ലൈക്ക് ക്രിക്കറ്റ്. അപ്പൊ ഇവിടെ ഇതിനോട് ചേർന്ന് ഒരു ടൈനി ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫുൾ സ്റ്റോപ്പ് അവിടെ നിന്ന് മാറ്റിയിട്ട് കോമ ഇടുക. ഇനി ഇതിൽ വരുന്നത് ഹെൽപ്പിംഗ് വെർബും പ്രോനൗണും മാത്രമായിരിക്കും ആ ടൈനി ക്വസ്റ്റ്യനിൽ ഉണ്ടാവേണ്ടത്. അത് ഓർമ്മിക്കണം. ഡോണ്ട് യു എന്നാണ്. ഇനി ഒരു പോയിന്റ് കൂടി പറയാം. ഡോണ്ട് യു. യു ലൈക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇതാണ് വെർബ്, ഇതാണ് സബ്ജക്റ്റ്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സെന്റൻസിൽ ടാഗ് ക്വസ്റ്റ്യൻ എങ്ങനെ വരണം? ഡു എന്ന് ചേർത്തുള്ള ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് ക്വസ്റ്റ്യൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് സെന്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ പോസിറ്റീവ്. ആ ഒരു പോയിന്റ് വളരെ തറവായി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇതിൽ നോട്ടെന്നോ നണ്ണോ നെവർന്നോ ഒന്നുമില്ല, സെൽഡന്നോ ഹാർഡ്ലിന്നോ അങ്ങനെയുള്ള ഒന്നുമില്ല. യു ലൈക്ക് ക്രിക്കറ്റ്, നിനക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ്. യു ലൈക്ക് ക്രിക്കറ്റ്, ഡോണ്ട് യു. ഇതിൽ ഏതാ ടാഗ് ക്വസ്റ്റ്യൻ? ഇതാണ്. ഇതെന്താ ഡു എന്ന് വരാൻ കാരണം? യു സബ്ജക്റ്റ് ആയതുകൊണ്ട്. യെസ്റ്റർഡേ വാസ് ഹോളിഡേ. യെസ്റ്റർഡേ ഹോളിഡേ ആയിരുന്നു അല്ലേ? യെസ്റ്റർഡേ ഹോളിഡേ അല്ലേ? അപ്പൊ ഇനി നമ്മൾ ചോദിക്കണം ഇന്നലെ ഹോളിഡേ ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ടാഗ് ചേർക്കുന്നത്. യെസ്റ്റർഡേ വാസ് ഹോളിഡേ, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ടാഗ് എങ്ങനെ വരണം? നെഗറ്റീവ്. ഇവിടെ ഓക്സിലറി വെർബ് ആണ്, ബി വെർബ് ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതങ്ങോട്ട് ഉപയോഗിക്കുക. ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡു എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ എന്ത് വരും? wasn't it. പ്രോനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. wasn't it എന്ന് വെച്ചാൽ was not it. കാരണം ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഷീ ഈസ് നോട്ട് എ സ്റ്റുഡന്റ്, ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ടാഗ് എങ്ങനെ വരണം? പോസിറ്റീവ്. ഷീ ഈസ് നോട്ട് എ സ്റ്റുഡന്റ് എങ്ങനെ വരും? കോമ ഇടണം. ഇനി ടാഗ് ചേർക്കുമ്പോൾ ഈസ് ഷീ ഇത്രയേ ഉള്ളൂ. ഈസ് ഷീ, ഇവിടെ ഈസ് എന്നുള്ളത് ബി വെർബാണ്, ഓക്സിലറി വെർബ് തന്നെയാണ്, ഡയറക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഷീ എന്നുള്ളത് പ്രോനൗൺ തന്നെയാണ്. അപ്പൊ ഈസ് ഷീ, ഇത് പ്രോനൗൺ ആക്കി നമ്മൾ ഇറ്റ്. വാസന്റ് ഇറ്റ്? അങ്ങനെ ടാഗ് ക്വസ്റ്റ്യൻസും ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതും കുറെ എക്സാമ്പിൾസ്, ഗോ ത്രൂ ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ് and thorough it yourself. Everything depends on you. If you want to improve your life or whatever your goal is, everything you can do. പറ്റും. The power is within you. ഒക്കെ മനസ്സിനെ കോൺഫിഡൻ്റ് ആക്കി വെച്ച് മുന്നോട്ട് പോകുമ്പോൾ everything you can achieve. That's all.